കേരളത്തെ നടുക്കിയ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഇപ്പോൾ സംസ്ഥാനത്തിന്റെ അതിർത്തികൾ കടന്ന് തമിഴ്നാട്ടിലേക്കും അന്താരാഷ്ട്ര പുരാവസ്തു വിപണിയിലേക്കും വ്യാപിക്കുകയാണ്. ശബരിമലയിലെ വിഗ്രഹങ്ങളിൽ ചാർത്തുന്ന അമൂല്യമായ സ്വർണ്ണ ഉരുപ്പടികളും സ്വർണ്ണപ്പാളികളും മോഷണം പോയ കേസിൽ തമിഴ്നാട് ദിണ്ടിഗൽ സ്വദേശിയായ ഡി മണി എന്ന MS മണിയെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നത് കേസിൽ നിർണായകമായേക്കും. ദാവൂദ് മണി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഇയാൾക്ക് അന്താരാഷ്ട്ര പുരാവസ്തു മാഫിയയുമായി ബന്ധമുണ്ടെന്ന വെളിപ്പെടുത്തൽ കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ചൊവ്വാഴ്ച രാവിലെ തിരുവനന്തപുരത്തെ ഇഞ്ചയ്ക്കലുള്ള SIT ഓഫീസിലാണ് ഡി മണിയും സുഹൃത്ത് ബാലമുരുകനും ഹാജരായത്. അന്വേഷണ സംഘം നൽകിയ നോട്ടീസിനെ തുടർന്നാണ് ഇവർ എത്തിയതും. ഡി മണി തന്റെ അഭിഭാഷകനൊപ്പമാണ് എത്തിയതെങ്കിൽ ബാലമുരുകൻ ഭാര്യയ്ക്കൊപ്പമാണ് ഹാജരായത്. ചോദ്യം ചെയ്യലിൽ ഉയർന്ന പ്രധാന കാര്യങ്ങൾ ഇവയാണ്. ഡി മണി സ്വന്തം പേരിലുള്ള സിം കാർഡ് അല്ല ഉപയോഗിക്കുന്നതെന്നും സുഹൃത്ത് ബാലമുരുകന്റെ പേരിലുള്ള സിം കാർഡാണ് ഉപയോഗിക്കുന്നതെന്നും SIT കണ്ടെത്തി. ഡിജിറ്റൽ തെളിവുകൾ നശിപ്പിക്കാനോ ഒളിപ്പിച്ചു വെക്കാനോ ഉള്ള നീക്കമായി ഇതിനെ കാണുന്നു. താൻ ഡി മണിയോ ദാവൂദ് മണിയോ അല്ലെന്നും വെറും ഒരു കച്ചവടക്കാരനാണെന്നുമാണ് ഇയാൾ അന്വേഷണ സംഘത്തോട് പ്രാഥമികമായി പറഞ്ഞത്. എന്നാൽ അന്തർ സംസ്ഥാന ലോഹ കച്ചവടക്കാർക്കിടയിൽ ഇയാൾ ദാവൂദ് മണി എന്ന പേരിൽ കുപ്രസിദ്ധനാണെന്ന് SITക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ സ്വർണം എങ്ങോട്ട് പോയി എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്നതാണ് ഒരു പ്രവാസി വ്യവസായി SITക്ക് നൽകിയ മൊഴി. തിരുവനന്തപുരത്തെ ഒരു പ്രമുഖ ഹോട്ടലിൽ വെച്ച് കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഡി മണിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയതായി ഇദ്ദേഹം വെളിപ്പെടുത്തി. ദിണ്ടിഗലിലെ ഡി മണിയുടെ വീട്ടിൽ വെച്ച് ചാക്കിൽ കെട്ടിയ നിലയിൽ അമൂല്യമായ പുരാവസ്തുക്കൾ താൻ കണ്ടുവെന്ന് വ്യവസായി മൊഴി നൽകി. ഇവ ശബരിമലയിലെ സ്വർണ്ണ ഉരുപ്പടികളാണെന്ന സംശയം അന്ന് തന്നെ തോന്നിയിരുന്നു. പുരാവസ്തുക്കളിൽ താല്പര്യമുള്ളതിനാൽ ആദ്യം കച്ചവടത്തിനായി തന്നെ സമീപിച്ചുവെന്നും എന്നാൽ വിലപേശലിൽ തീരുമാനമാവാത്തതിനാൽ താൻ ഈ ഇടപാടിൽ നിന്ന് പിന്മാറിയെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വെച്ച് നടന്ന ഇടപാടിന് ശബരിമലയിലെ ചില ഉന്നതർ സാക്ഷിയാണെന്ന മൊഴി അന്വേഷണം രാഷ്ട്രീയ നേതൃത്വങ്ങളിലേക്ക് നീളാൻ കാരണമാകും. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയാണ് ഈ കേസിൽ പുരാവസ്തു മാഫിയയുടെ ഇടപെടൽ ആദ്യമായി പരസ്യമായി ആരോപിച്ചത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ ഉരുക്കി വിൽക്കുന്നതിന് പകരം അമൂല്യ വസ്തുക്കളായി അന്താരാഷ്ട്ര മാഫിയയ്ക്ക് കൈമാറിയെന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത്. പുരാവസ്തു വിപണിയിൽ ഇത്തരം ഉരുപ്പടികൾക്ക് അവയുടെ സ്വർണ്ണ വിലയേക്കാൾ 10 ഇരട്ടി വില ലഭിക്കുമെന്നാണ് മാഫിയ ഇതിലേക്ക് ആകർഷിക്കുന്നത്. ഡി മണി വഴി ഈ സ്വർണം വിദേശത്തേക്ക് കടത്തിയിട്ടുണ്ടോ എന്നതാണ് ഇപ്പോൾ SIT പരിശോധിക്കുന്നത്. ഡിസംബർ 5-ന് ശേഷം കേസ് അന്വേഷണത്തിൽ കാര്യമായ പുരോഗതിയില്ലെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നിരീക്ഷിച്ചിരുന്നു. വമ്പൻ സ്രാവുകളിലേക്ക് അന്വേഷണം എത്തുന്നില്ലെന്നും കൊള്ളയടിക്കപ്പെട്ട സ്വർണം കണ്ടെത്താൻ ഇതുവരെ സാധിച്ചില്ലെന്നും കോടതി രൂക്ഷമായി വിമർശിച്ചു. അന്വേഷണം തമിഴ്നാട് ഉൾപ്പെടെയുള്ള ഇതര സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിക്കുന്ന സാഹചര്യത്തിൽ 2 CIമാരെ കൂടി ടീമിൽ ഉൾപ്പെടുത്തണമെന്ന് SIT ഹൈക്കോടതിയിൽ അപേക്ഷ നൽകി. നിലവിൽ ഉദ്യോഗസ്ഥരുടെ കുറവ് അന്വേഷണത്തെ ബാധിക്കുന്നുണ്ടെന്നും ഇത് അടിയന്തരമായി പരിഗണിക്കണമെന്നുമാണ് ആവശ്യം. അന്വേഷണം രാഷ്ട്രീയ ഉന്നതരിലേക്ക് എത്തുമ്പോൾ അത് അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പ്രതിപക്ഷം ഭയപ്പെടുന്നുമുണ്ട്. ഇതിനിടെ പത്മകുമാറിനും ഗോവർദ്ധനും ജാമ്യം നൽകരുതെന്ന് SIT കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാർ, സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ എന്നിവരുടെ ജാമ്യാപേക്ഷകൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ഗോവർദ്ധൻ ഈ സ്വർണ്ണക്കടത്തിലെ പ്രധാന കണ്ണിയാണെന്നും ഇവർക്ക് ജാമ്യം ലഭിച്ചാൽ സാക്ഷികളെ സ്വാധീനിക്കാനും അന്വേഷണം അട്ടിമറിക്കാനും സാധ്യതയുണ്ടെന്നും SIT റിപ്പോർട്ട് നൽകി. ഈ കേസിന് വലിയ അന്തർ സംസ്ഥാന ബന്ധങ്ങൾ ഉണ്ടെന്നും അവ വെളിപ്പെടുത്താൻ പ്രതികളെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്നും അന്വേഷണ സംഘം വാദിക്കുന്നുണ്ട്. ഈ സംഭവം ശബരിമലയിലെ ആഭരണങ്ങളുടെയും സ്വർണ്ണപ്പാളികളുടെയും സുരക്ഷയെക്കുറിച്ചും വലിയ ആശങ്കകളാണ് വിശ്വാസികൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. വർഷങ്ങൾ കൂടുമ്പോൾ സ്വർണ്ണപ്പാളികൾ മാറ്റുകയും പുതിയവ സ്ഥാപിക്കുകയും ചെയ്യുന്ന പ്രക്രിയയിൽ മതിയായ ഓഡിറ്റിംഗ് നടക്കുന്നില്ലെന്ന ആക്ഷേപമുണ്ട്. ദേവസ്വം മാനുവൽ തിരുത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിച്ചത് എന്തിനെന്ന് വ്യക്തമാക്കാൻ ദേവസ്വം ബോർഡിന് ഇനിയും സാധിച്ചിട്ടില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഇപ്പോൾ വെറും ഒരു അഴിമതിക്കഥയല്ല, മറിച്ച് അന്താരാഷ്ട്ര തലത്തിൽ ഒരു വൻ ഗൂഢാലോചനയായി മാറുകയാണ്.